Welcome to our English class. I think all are you busy with your online classes, aren't you? Okay, very good. How are you all? Fine? Okay. All of you take your English textbook. All of you take? Okay. Which is our first unit in English? Please read the name. The Seed of Truth. What are you seeing in this picture? Who is that? Someone is standing in the garden. Who is that? That is a king, the king of Gandhara. I read this passage. Please listen to me. All of you take English textbook? Okay. The worry. Vidyadhara was the king of Gandhara. ഗന്ധാരയിലെ രാജാവാണ് വിദ്യാധര. He was a just and wise king. അദ്ദേഹം വളരെ നീതിമാനായിരുന്നു. The king was fond of gardening. രാജാവിന് പൂന്തോട്ട നിർമ്മാണം വളരെയേറെ ഇഷ്ടമുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. He spent a lot of time tending his garden. അദ്ദേഹത്തിന്റെ പൂന്തോട്ടം പരിപാലിക്കാൻ വേണ്ടി കുറേ സമയം അവിടെ ചിലവഴിച്ചു. Planting the finest plants, fruit trees, vegetables and crops. നല്ല നല്ല ചെടികളും കായ്കളുള്ള മരങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ആ പൂന്തോട്ടത്തിലുണ്ട്. His people were very happy. അദ്ദേഹത്തിന്റെ ആളുകൾ അതിനാൽ വളരെയേറെ സന്തുഷ്ടരായിരുന്നു. The king did not have children. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. As the king grew older, രാജാവ് വയസ്സനായി തുടങ്ങി. Everyone got more and more worried. എല്ലാവരും അതോർത്ത് വിഷമിച്ചു. Who would take over the kingdom after him? അദ്ദേഹത്തിന്റെ കാലശേഷം ആരാണ് ഈ രാജ്യം ഭരിക്കുക? ഞാൻ അടുത്ത പേജ് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട്ബുക്കിൽ എഴുതാം. A proclamation. To find a successor. ഒരു അനന്തവരകാശിയെ തിരഞ്ഞെടുക്കാൻ. The king thought of an idea. രാജാവ് സൂത്രങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. He decided. അദ്ദേഹം തീരുമാനിച്ചു. I will distribute some seeds to all the children in the country. ഈ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഞാൻ കുറച്ച് വിത്തുകൾ കൊടുക്കുന്നുണ്ട്. The child who grows the biggest and healthiest plant will become the prince or the princess. ഏത് കുട്ടിയാണോ നല്ല വലുതായ ചെടി ഉണ്ടാക്കുന്നത് ആ കുട്ടിയായിരിക്കും രാജകുമാരി അല്ലെങ്കിൽ രാജകുമാരൻ. They can take 3 months for it. അതിനായിട്ട് അവർക്ക് 3 മാസം രാജാവ് നൽകി. The king ordered his minister to give a proclamation. രാജാവ് ഇത് മന്ത്രിയോട് വിളംബരം ചെയ്യാൻ ഉത്തരവിട്ടു. ഞാൻ അടുത്ത പേജ് വായിക്കാം. Seed of hope. The next day, a long line of anxious parents and children formed outside this palace. അടുത്ത ദിവസം കൊട്ടാരത്തിന്റെ പുറത്ത് കുറേ രക്ഷിതാക്കളും കുട്ടികളും നിറഞ്ഞു നിന്നു. Everyone was eager to get a seed and grow the best plant. എല്ലാവരും വിത്തെവിടെ എന്ന് കാത്തു നിന്നു. എന്നിട്ട് അത് വലിയൊരു ബിഗ്ഗസ്റ്റ് പ്ലാന്റ് ആക്കാൻ. പിംഗള, a poor farmer's son, was one among the children. പിംഗള എന്നൊരു കുട്ടി ഒരു കൃഷിക്കാരന്റെ മകനായിരുന്നു. Was one among these children. കുട്ടികളിൽ അവനും ഉണ്ടായിരുന്നു. He too got a seed from the king and sowed it in a pot in his garden. അവനും രാജാവ് ഒരു വിത്ത് കൊടുത്തിരുന്നു. അവനത് അവന്റെ ഗാർഡനിൽ വെച്ചു. He took great care of the seed. അവൻ ആ വിത്തിനെ നല്ലതായി പരിപാലിച്ചു.
ഇനി അടുത്ത പേജും കൂടി. ദ ഡിസപ്പോയിൻമെൻറ്റ്. പിങ്കള വാട്ടേർഡ് ആൻഡ് മാനൂർഡ് ദ സീഡ്. പിങ്കള വെള്ളവും വളവും ഒക്കെ ആ സീഡിന് കൊടുത്തു. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. അത് എന്നിട്ടും മുളച്ചില്ല. പിങ്കള ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. പിങ്കള അപ്പോൾ മണ്ണ് മാറ്റുകയും വേറെ ചട്ടിയിലേക്ക് വെക്കുകയും ചെയ്തു. വീക്സ് ആൻഡ് മന്ത്സ് പാസ്ഡ്. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. വൺ ഡേ പിങ്കള വെൻ നിയർ ദ പോട്ട്. പിങ്കള ചട്ടിയുടെ അടുത്തേക്ക് പോയി. ഹി knelt ബിഫോർ ഇറ്റ്. അവൻ അതിനോട് യാചിച്ചു പറഞ്ഞു, ഡിയർ സീഡ്, എൻ്റെ സീഡ്, 3 months ഹാവ് പാസ്ഡ്. 3 മാസം കഴിഞ്ഞു. ഐ വാണ്ട് ടു ടേക്ക് യു ടു ദ പാലസ്. എനിക്ക് നിന്നെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകണം. പ്ലീസ് സ്പ്രൗട്ട് ഔട്ട് ബൈ ടുമോറോ. നാളെയെങ്കിലും നീ ഒന്ന് പൊട്ടിമുളച്ചു വാ. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ ഹി സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ്. അടുത്ത ദിവസം കുട്ടികളൊക്കെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് കണ്ടു. ഡ്രസ്ഡ് ഇൻ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ്. അവർക്ക് അവരുടെ ബെസ്റ്റ് നല്ല ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ദേ ഓൾ ഹെൽഡ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. അവരുടെ കയ്യിലൊക്കെ നല്ല ചെടികളുമുണ്ട്. പിങ്കള സ്റ്റുഡ് വാച്ചിങ് ദം സാഡ്ലി. പിങ്കള അവരെ സങ്കടത്തോട് നോക്കി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും ഞാനൊരു ഹോം വർക്ക് തരാം. അതെല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എഴുതി വരണം. ഇത് പറയുന്ന ഈ ഫസ്റ്റ് പാസേജ് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതുക. പിന്നെ ഒരു കൊട്ടാരം നോട്ട്ബുക്കിൽ വരയ്ക്കാനും മറക്കരുത്. അല്ലെങ്കിൽ A4 ഷീറ്റിലും വരച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. ബൈ ബൈ ചിൽഡ്രൻസ്.